ത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷാംലിൻ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എളന്തിക്കരയിൽ നിന്നുമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാസന മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. നിരവധി ഹോസ്പിറ്റലുകൾ ഞങ്ങൾ പോയി. യാതൊരു വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള യാതൊരു റിസൾട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ മാനസികപരമായിട്ട് ഒത്തിരി തകർന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എല്ലാ പള്ളികളും കയറി ഇറങ്ങി, ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടിയില്ല. അങ്ങനെ മനസ്സ് വിഷമിച്ച് ഞങ്ങളിരിക്കുന്ന അവസരങ്ങളിൽ പല വ്യക്തികളുടെയും കുത്തുവാക്കുകളൊക്കെ കേട്ട് മനസ്സാകെ തകർന്നു പോയി. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ്, ഭാഗ്യം ചെന്നവർക്ക് മാത്രമേ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സാകെ തകർന്നു പോകും. അങ്ങനെ ഞങ്ങളിങ്ങനെ മനസ്സൊക്കെ തകർന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 2021 ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിനോടടുത്ത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെയായിരുന്നു, ഒരു കുഞ്ഞിനെ തന്നത് ഈശോയെ അനുഗ്രഹിക്കണമേ. ഒത്തിരി നാളായി ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ച് ജീവിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥനകളായിട്ട് ഇങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃപാസനത്തിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുള്ള സാക്ഷ്യം പെട്ടെന്ന് എൻ്റെ മൊബൈലിലേക്ക് കയറി വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്നത് കാണാൻ തുടങ്ങി. രാത്രിയിലാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കാണാൻ തുടങ്ങി. സാക്ഷ്യങ്ങളിങ്ങനെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറെ വന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സും ശരീരമൊക്കെ അങ്ങോട്ട് ഒരു അരൂപി നിറഞ്ഞ പോലെയായി. എൻ്റെ മനസ്സിലിങ്ങനെ പറയാൻ തുടങ്ങി, നീ കൃപാസനത്തിലേക്ക് പോ, നിനക്ക് അമ്മ തരും കുഞ്ഞിനെ, നീ എന്തായാലും കൃപാസനത്തിലേക്ക് പോ. അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രചോദനം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വൈഫിനോട് ഞാൻ പറഞ്ഞ്, നമുക്ക് കൃപാസനത്തിൽ പോവാം, എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല, എന്താണ് അവിടെ നടക്കണതെന്നും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞ്, ഞാൻ 2019 ജോലിക്ക് വേണ്ടി കൃപാസനം വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അനുഗ്രഹം കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് കൂടുതലും അറിയുന്നത്. അപ്പോൾ വൈഫ് 2019 നവംബർ മാസം കൃപാസനത്തിൽ ഒരു തവണ വന്ന്, ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ജോലി സ്ഥലത്തായിരുന്നു. ആ സമയത്ത് ഇവളിവിടെ ഉടമ്പടിയിൽ ഒരു കുഞ്ഞിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇവക്ക് ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടി. പിന്നെ ആ സാക്ഷ്യം, ആ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പുതുക്കാൻ പറ്റിയില്ല, അത് വിട്ടുപോയി. അത് പിന്നെ എന്നോട് ഇടയ്ക്ക് ഇവള് പറയുമായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് കൃപാസനം എന്താണെന്നോ ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ എന്തോരം പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ്, നീ പോകുന്നു വേണ്ട, ഉടമ്പടി പുതുക്കാനൊന്നും ഇനി പോകുന്നു വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് മുടക്കി ആ സമയത്ത്. പക്ഷേ അന്ന് വൈഫ് ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് കൃപാസനത്തിൽ കുഞ്ഞിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പിന്നെ മറ്റ് നിയോഗങ്ങളാണ്. പക്ഷേ അവൾക്ക് അന്ന് കിട്ടിയത് ഒരു ജോലിയാണ് കിട്ടിയത്. അമൃത ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് അന്ന് ജോലി കിട്ടി. അതിനുശേഷം ഞങ്ങളിവിടെ അതിന് നന്ദി പറയാൻ വേണ്ടി വന്നുമില്ല. ഞാൻ അത് അമ്മയുടെ മുന്നിൽ ഈ നിമിഷം ഏറ്റു പറയുകയാണ്. അന്ന് ഉടമ്പടി എടുത്ത് ജോലി തന്ന് അനുഗ്രഹിച്ചതിന് ആദ്യമേ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇത് കണ്ട ശേഷം പിറ്റേ ദിവസം വൈഫിനെയും കൂട്ടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഏപ്രിൽ 14 തീയതി 2021 വിഷുവിൻ്റെ അന്നാണ് ഇവിടെ വന്നത്. ആ സമയത്ത് കോവിഡിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ 50 പേർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അങ്ങനെ ഫ്രണ്ടിലായിരുന്നു അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി തൈലം തന്ന്, ഉപ്പ് തന്ന്, മെഴുതിരി, അങ്ങനെ എല്ലാ കാര്യങ്ങൾ തന്ന് ഞാൻ ഇവിടുന്ന് പോയി. പിറ്റേ ദിവസം നേരം വെളുപ്പിന് 5:30 ഞാൻ എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി. അപ്പോൾ ജോമോൾ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് കാലത്ത് യേശു ക്രിസ്തുവിനെ പോലെ കൈകൾ വിരിച്ച് കുരിശു രൂപത്തിൽ നിന്നിട്ട് വേണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, കാലത്ത് തന്നെ 5:30 ആയപ്പോഴേക്ക് എഴുന്നേറ്റ് ഉടമ്പടി പത്രിക നേരെ വീടിൻ്റെ ഒരു സൈഡിൽ വെച്ച് മെഴുകുതിരി കത്തിച്ച്, നീലത്തിരി കത്തിച്ച്, കുരിശ് വരച്ച്, ഉടമ്പടി തൈലം കുരിശ് വരച്ച്, അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അതിനെ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴെല്ലാം എനിക്ക് ഒരു വല്ലാത്തൊരു മാറ്റം. കാര്യം പറഞ്ഞാൽ ഞാൻ
വിശ്വാസപരമായിട്ട് ഒരുപാട് ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തീയ വിശ്വാസപരമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ആളായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴും പള്ളിയിൽ പോവും, കൊന്തയൊക്കെ വല്ലപ്പോഴും എത്തിക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ചും ആഴത്തിൽ അറിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയങ്ങളിലാണ് കൊന്ത എത്തിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ തുടങ്ങിയത്. അതായത് ഫസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് നോക്കിയിട്ട് ജപമാല എങ്ങനെ എത്തിക്കണേ എന്നൊക്കെ നോക്കി. അങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ തുടങ്ങി ജപമാല. പിന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി, നീ ഇങ്ങനെ എത്തിക്കി, നീ ഞാൻ ഇങ്ങനെ അതായത് ഒരു പരിശുദ്ധാരൂപിയുടെ ഒരു അഭിഷേകം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് കയറി. ശരിക്കും എനിക്കത് ഫീൽ ചെയ്ത് ഈശോ എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും ഞാൻ അറിഞ്ഞ് ഇവിടുത്തെ ഉടമ്പടി എടുത്തോടുകൂടി മാത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്ലെങ്കിൽ ഒരിക്കലും ഈ അഭിഷേകം എന്താണെന്ന് ഞാൻ അറിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ ഇന്ന പോലെ ചെയ്, ജപമാല എത്തിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഉടമ്പടിയിൽ ആ പറഞ്ഞേക്കണ പോലെ തന്നെ ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. വൈകിട്ട് 7 മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ഞാൻ ജപമാല എത്തിക്കും. അങ്ങനെ പ്രാർത്ഥനകൾ കൃപാസനത്തോട് ചേർന്നുള്ള പ്രാർത്ഥനകളെല്ലാം അങ്ങനെ എത്തിക്കും. സാക്ഷ്യങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ കാണും. ബൈബിൾ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ. ഞാൻ കഴിഞ്ഞ ഈ 2021 ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് സമ്പൂർണ്ണ ബൈബിൾ 2 തവണ വായിച്ച് തീർത്ത് ഫുള്ള്. അപ്പോൾ അങ്ങനെ ഒരു അഭിഷേകം നിന്ന് വചനത്തിലൂടെ കർത്താവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എന്നോട്. ഓരോ വചനങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. യെശയ്യാ 45:2, ഫിലിപ്പി 4:12, 4:19, ജോബ് 1:10, റോമ 16:20, യെശയ്യാ 45:2-3, യെശയ്യാ 41:10, സംഖ്യ 23:23, യെശയ്യാ 41:13, യെശയ്യാ 41:10. അങ്ങനെ ഇങ്ങനെ വചനങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറയാൻ തുടങ്ങി മനസ്സിൽ. എവിടെ പോയാലും വചനം. അപ്പം ഞാനപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എത്തിക്കേണ്ട, അല്ലാതെ തന്നെ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരുന്നു. ബുക്ക് നോക്കാതെ തന്നെ കാണാപ്പാഠം പറയാൻ തുടങ്ങി. ഇങ്ങനെ അത് ആത്മാവ് സംസാരിക്കുന്നതാണ്. അങ്ങനെ നടക്കണ വഴിക്കെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രദക്ഷിണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തന്നേക്കണേ. ഒത്തിരി വിഷമത്തിലൂടെയാണ് കൃപാസനത്തിൽ വന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്തേക്കണത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി പത്രം അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും ആ റോഡുകളിലും എല്ലാം ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് റോട്ടിൽ കൂടി പോണവർക്ക് എല്ലാവരെയും കയ്യിലേക്ക് ഞങ്ങൾ കൊടുത്ത്. ചില ആൾക്കാരെ പത്രം വാങ്ങിക്കൊണ്ട് വലിച്ചു കയറി കളഞ്ഞ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമം വന്നു. അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവരോട് ക്ഷമിക്കണം, അവരത് അറിയുന്നില്ല എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് കിട്ടിയ 20 പത്രവും പലർക്കായിട്ട് ആ റോഡുകളിലൂടെ നടന്ന് ബസ് സ്റ്റാൻഡ്, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ തന്നെ പിറ്റേ ദിവസം മനസ്സിലിങ്ങനെ പറയാണ്, നീ പാവപ്പെട്ടവരെ സഹായിക്കുക. അങ്ങനെ ഉള്ളിലൊരു ഉൾപ്രേരണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആത്മാവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പാവപ്പെട്ട അനാഥരായിട്ടുള്ളവർ, വിധവകൾ, ആരാരുമില്ലാത്തവർ, വഴിയിലൂടെ പോണ പാവപ്പെട്ടവർ, അങ്ങനെ എല്ലാവരെയും കണ്ടെത്തി അവർക്ക് സാമ്പത്തികപരമായിട്ട് ഞാൻ സഹായിക്കുക. എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ തുടങ്ങി. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പ്രദക്ഷിണ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുടങ്ങുന്നൊന്നുമില്ല. പിറ്റേ മാസം മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം തുടങ്ങിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ സ്നേഹിക്കണം എന്നുള്ളൊരിത്, അതായത് ഈശോനെ സ്നേഹിക്കുക, മാതാവിനെ സ്നേഹിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യുക ദൈവത്തിന് വേണ്ടി. വണക്കമാസം എത്തിക്കുക, പിന്നെ നോവേനകൾ ചൊല്ലുക, അങ്ങനെ ഓരോന്നിങ്ങനെ വന്ന്. അപ്പോൾ അങ്ങനെ പിറ്റേ മാസം ഞങ്ങൾ ആ ഒരു വണക്കമാസം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അതിങ്ങനെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വൈഫ് ആ മാസം തന്നെ, മെയ് മാസം തന്നെ പ്രഗ്നൻ്റായി. 9 വർഷങ്ങൾക്ക് ശേഷം. പോവാത്ത ഹോസ്പിറ്റലുകളില്ല. കേരളത്തിൽ ഇന്ന് എത്രയോ വലിയ ഹോസ്പിറ്റലുകളുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും പോയി ജോലി ചെയ്യുന്ന പൈസ മൊത്തം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കി. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ മാതാവ് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച്. അന്ന് മുതൽ ഞങ്ങൾ മാതാവിന് നന്ദി പറഞ്ഞ് മനസ്സുരുകി നന്ദി പറയാൻ തുടങ്ങി. മാതാവ് തന്ന കൃപകൾക്കും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു ആത്മീയ ജീവിതം ഞങ്ങൾ നയിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും വൈഫിന് പ്രഷർ കൂടി. അത് ഒത്തിരി പ്രഷർ കൂടി ഹൈ ആയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ അത് ആ സമയങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്ത് കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് വെഞ്ചരിച്ച് ഉപ്പ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഷറിൻ്റെ ലെവലെല്ലാം കറക്റ്റ് ലെവലായി നോർമലായി. അങ്ങനെ ഇതിൽ നിന്ന് സൗഖ്യം കിട്ടി. അതിനുശേഷം 6-ാം മാസവും 7-ാം മാസവും 8-ാം മാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഷുഗർ കൂടി, അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടി ഹൈ ലെവലായി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ അവളുടെ 2 ചെവി അടഞ്ഞു പോയി, ചെവി അടഞ്ഞു പോയി, കൊച്ചിൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടി 9-ാം മാസം ആയപ്പോഴേക്കും കോവിഡ് വന്നപ്പോൾ വാക്സിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഡോക്ടർമാരെ എന്നോട് വാക്സിൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മാതാവ് നോക്കിക്കോളും, വാക്സിൻ എടുക്കണ്ട, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞ് താൻ എന്ത് ഇതാണ് പറയുന്നത്, മാതാവ് നോക്കിക്കോളൂ എന്നോ, അത് നിങ്ങൾ വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താനതിന് ഉത്തരവാദിത്വം, അങ്ങനെ കുറേ വഴക്ക് പറഞ്ഞ്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മാതാവ് എന്തായാലും കാത്തുകൊള്ളും, കുഞ്ഞിനെ കാത്തുകൊള്ളുമെന്ന്. പക്ഷേ കോവിഡ് വന്ന ശേഷം ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രുചിയും മണവും എല്ലാം നഷ്ടപ്പെട്ട് ഒരു സാധനം കഴിക്കുമ്പോഴും എന്താണ് കഴിക്കണമെന്ന് പോലും അറിയാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ ബുക്ക് ചെയ്തേക്കണ സമയമാണ്. അപ്പോൾ കോവിഡായിട്ട് എനിക്കറിയാം ഇവർക്ക് കോവിഡ് വന്നിരിക്കുകയാണെന്ന്. ഞാൻ ഒരാളോടും പറയാൻ പോയില്ല ഇവർക്ക് കോവിഡാണെന്ന്. മാതാവ് കൂടുതലുണ്ടല്ല. പിന്നെ അതേപോലെ തന്നെ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരുന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന എപ്പോഴും അതിനുശേഷം ഡോക്ടറിനെ കാണേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം വേറെ ഡോക്ടറാണ് അവിടെ വന്നിരുന്നത്. അങ്ങനെ ഞങ്ങളോട് ടെസ്റ്റൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. ഞങ്ങളവിടെ നിന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന് അങ്ങനെ ഞങ്ങൾ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഫെബ്രുവരി 1-ാം തീയതി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഇവളെ ഡെലിവറിക്ക് വേണ്ടി കയറ്റി. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ആ സമയം ഫെബ്രുവരി 1-ാം തീയതി 2022 ഉടമ്പടി ദാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൃപാസനത്തിൽ. ഉടമ്പടി ദാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫെബ്രുവരി 1-ാം തീയതി ഞാൻ പുറത്താണെങ്കിൽ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവേ കുഞ്ഞിനൊന്നും വരത്തല്ലേ, പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ആരാധന നടക്കുമ്പോൾ ചൊവ്വാഴ്ച മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച്. മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച്. മെയ് 1-ാം തീയതി മാതാവിൻ്റെ വണക്കമാസം ഞങ്ങൾ കുഞ്ഞിൻ്റെ മാമോദീസ നടത്തി. കുഞ്ഞിന് ജാസ്ലിൻ മരിയ എന്ന് പേര് കൊടുത്തു. മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിച്ച ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ ഈ കൃപാസനത്തിൻ്റെ പടിയിൽ വരില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടാവില്ല. ഏറ്റവും വലിയത് എൻ്റെ ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടായിരുന്ന വ്യത്യാസമാണ്. കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം പോലും വൈകുന്നേരം കൊന്തെത്തിക്കാതെ, ജപമാല എത്തിക്കാതെ, അതേപോലെ തന്നെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്തിക്കാതെ അങ്ങനെ കിടന്നുറങ്ങാറില്ല ഒരു ദിവസം പോലും. അത്രയ്ക്ക് ഈശോ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിച്ചു. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കൃപാസനം നേർച്ച വസ്തുക്കൾ കൊണ്ട് മാതാവ് തന്ന മറ്റു ചില അനുഗ്രഹങ്ങളാണ്. അമ്മയ്ക്ക് വയറുവേദനയും ഛർദിയുമായിട്ട് അമ്മ കിടപ്പിലായിരുന്നു വീട്ടിൽ. അങ്ങനെ തീരെ വയ്യായിരുന്നു. ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വയറുവേദന വിട്ടുമാറുകയും ശരീരത്തിൻ്റെ ബലക്കുറവെല്ലാം മാറി പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുകയും ചെയ്തു. അതേപോലെ കുഞ്ഞിൻ്റെ കൈ മടങ്ങിപ്പോയൊരു അനുഭവം ഉണ്ടായി. അതായത് കൃപാസനത്തിൽ ഞങ്ങൾക്ക് മാതാവ് കുഞ്ഞിനെ തന്ന് ഏകദേശം മാമോദീസയൊക്കെ കഴിഞ്ഞ് 6 മാസത്തോളം ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം രാത്രി കുഞ്ഞ് പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. ആ സമയത്ത് കുഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വന്ന് നോക്കി, വലതും കുഞ്ഞിനെ കടിച്ച എന്നൊക്കെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും കാണാനില്ല. പക്ഷേ
കുഞ്ഞിൻ്റെ വലത്തെ കൈ എന്ത് ചെയ്താൽ ഇങ്ങനെ തളർന്ന് താഴേക്ക് കിടക്കുകയാണ്, അനങ്ങുള്ള ഒരു ബലക്കുറവും ശേഷിയില്ലാത്ത പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. അങ്ങനെ കുറേ നേരം ഞാൻ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് നടന്ന്, പക്ഷേ കൊച്ചു കരച്ചിൽ നിർത്തണില്ല. ഒരു അരമണിക്കൂറോളം കുഞ്ഞ് നിർത്താണ്ട് കരയാൻ തുടങ്ങി. അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ എൻ്റെ കുഞ്ഞിന് എന്ത് അസുഖം വന്നാലും അത് അമ്മ മാറ്റിത്തരണേ, എത്രയും വേഗം മാറ്റിത്തരണം. അങ്ങനെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ ഞാൻ ചൊല്ലി മാതാവിനോട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും വെഞ്ചിരിച്ച ഉപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിലും നെറ്റിയിലും ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ട് ഉടമ്പടി ഉപ്പ്, വെഞ്ചിരിച്ച ഉപ്പ് കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുത്ത്. പിന്നെ നടന്നതെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും കരച്ചിൽ നിർത്തി. ഞാൻ ഓട്ടോയിൽ കൈ പിടിച്ചേക്കണ പോലെ കൊച്ചും കൈ പിടിക്കാൻ തുടങ്ങി മേലെ. ഞാനിത് കണ്ടിട്ട് മാതാവിന് നന്ദി പറഞ്ഞു, മാതാവേ അമ്മയുടെ ഇടപെടൽ മൂലമല്ലാണ്ട് എൻ്റെ കുഞ്ഞ് ഇത്ര പെട്ടെന്ന് കരച്ചിൽ നിർത്തുകയും ഇങ്ങനെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യില്ല ഒരിക്കലും. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർമാർ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പിന്നെ അപ്പച്ചൻ്റെ ചെവിയുടെ മുകളിൽ കണ്ട് വലിയൊരു മുഴ, പെട്ടെന്ന് ഒരു മുഴ വന്ന് അങ്ങനെ ആ മുഴ പോവാണ്ട് കുറച്ച് നാളിങ്ങനെ നിന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ആ മുഴയിൽ ഞാൻ കുരിശ് വരച്ചു കൊടുത്ത് കൃപാസനത്തിലെ വെഞ്ചിരിച്ച് ഉപ്പ് നാവിൽ തൊട്ട് കൊടുത്തു അപ്പച്ചന്. ഞാൻ പറഞ്ഞു, അപ്പച്ച വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ, എന്തായാലും മാതാവ് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ ആ മുഴ പൂർണ്ണമായിട്ടും വിട്ടുമാറി. യാതൊരുവിധ അങ്ങനെ ഒരു മുഴ അവിടെ ഉണ്ടായെന്നുള്ളൊരു അടയാളം പോലും ഇല്ലാതെ പൂർണ്ണമായി വിട്ടുമാറുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു അനുഭവമാണ് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്ന പറമ്പിൽ. എന്തൊക്കെ ചെയ്താലും കൃഷി ഒരു വിജയമായിരുന്നില്ല. എപ്പോഴും പച്ചക്കറികളായാലും കുറച്ച് വളർന്നു വരുമ്പോഴേക്കും അതെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഫെയിലായി പോവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വിത്തുകളെല്ലാം പാകി അങ്ങനെ ഞങ്ങൾ കൃഷിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ പച്ചക്കറികൾക്കെല്ലാം തളിച്ചു കൊടുത്തു. ഒരു 2 ദിവസം കൂടുമ്പോഴേക്ക് എന്നെ തളിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ നിരന്തരം തളിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ആ വർഷം തന്നെ 100% വിളവ് പച്ചക്കറിയിൽ നിന്ന് കിട്ടി. യാതൊരുവിധ കേടോ ഒന്നുമില്ലാതെ 100% വിളവ് പച്ചക്കറിയിൽ നിന്ന് കിട്ടി. മാതാവ് അനുഗ്രഹിച്ച്, മാതാവ് ഇതേവരെ തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാൻ വൈകിയതിലും അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു സാക്ഷ്യങ്ങൾ വരാനായിട്ട്. ഞാൻ ഇന്ന് ഈ നിമിഷം മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതിനും എൻ്റെ ഈ സാക്ഷ്യം ഞാൻ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടില്ല. ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിള് വായിക്കുക. ഞാൻ ബൈബിള് 1 മണിക്കൂർ അരമണിക്കൂർ എല്ലാ ദിവസവും വായിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എനിക്കത് ശരിക്കും ഫീൽ ചെയ്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എന്നെ ഓരോ വഴിയിലൂടെ നേർവഴിയിലൂടെ പരിശുദ്ധാത്മാവ് നടത്തി വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറച്ചു. ആ വചനത്തിൻ്റെ ഫലമായാണ് പരിശുദ്ധ കൃപാസന അമ്മ ഈ കുഞ്ഞിനെ എനിക്ക് അനുഗ്രഹിച്ചത്. ബൈബിൾ വായിക്കാതിരിക്കരുത്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക. കൃപാസന സാക്ഷ്യങ്ങൾ നിരന്തരം ഞാൻ കൂടുമായിരുന്നു, ഒറ്റ ദിവസം കൂടാതെ നിരന്തരം കൃപാസന സാക്ഷ്യങ്ങൾ, കൃപാസനം, ഉടമ്പടി, ധ്യാനം, ഇതെല്ലാം നിരന്തരം ഞാൻ കൂടുമായിരുന്നു. ഇതൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാം കൂടുമായിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി ഞാൻ ആ ഉടമ്പടിയോട് ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് അനുഗ്രഹിച്ചത്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്നു. ഉദരഫലം കർത്താവിൻ്റെ ദാനമാണ്. യൗവനത്തിലെത്തിയിരിക്കുന്ന മക്കൾ പടയാളികളുടെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവരെ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവർ സൗഭാഗ്യം അനുഭവിക്കുമെന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറെയും വായിക്കുന്നുണ്ട്. 9 വർഷത്തിന് ശേഷം
9 വർഷത്തെ സങ്കീർണമായ ഒരു ജീവിതത്തിന് ശേഷം തങ്ങളുടെ കയ്യിലേക്ക് ദൈവം കൊണ്ടുവരുന്ന സമ്മാനമായ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ ഇപ്പോൾ നാം കേട്ടത്. ഈ 9 വർഷങ്ങൾ ഈ മക്കൾ അനുഭവിച്ച ദുരിതങ്ങൾ മറ്റുള്ളവരൊക്കെ എങ്ങനെ അവരെ കണ്ടിരുന്നു. അങ്ങനെ കൃപാസനം അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ കുഞ്ഞ് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ ആത്മീയമായ ജീവിതത്തിൽ എങ്ങനെ ഈ മകൻ ഇന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പല പ്രാവശ്യം പറഞ്ഞു. തിരുവചനത്തിലുള്ള അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതുമൂലം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, വിശുദ്ധ കുമ്പസാരവും കുർബാനയും ജപമാലയുമൊക്കെ വല്ലപ്പോഴുമൊക്കെ ആയിരുന്ന മകൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈശോയെ ഇഷ്ടപ്പെടാൻ, അമ്മയെ ഇഷ്ടപ്പെടാൻ, അവരുടെ ഒരു മകനായി ജീവിക്കുവാൻ, ജപമാല ചൊല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാതിരിക്കുവാൻ ഒക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സാധിക്കില്ല, ഒത്തിരിയേറെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ജോലി ചെയ്തിരുന്ന പൈസ മുഴുവനും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവഴിച്ചു. ഇതൊക്കെ നാം കേട്ടതാണ്. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ പിറ്റേ മാസം വൈഫ് കൺസീവ് ആകുന്നു. അതിനിവർ കൊടുത്ത ഒത്തിരി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. കൃപാസന പത്രം കൊണ്ടു നടന്ന് കൊടുക്കുമ്പോൾ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ, ഇവർ അതിന് വേണ്ടിയിട്ടെടുത്ത എളിമപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ ഉണ്ടായ അസ്വസ്ഥതകൾ, ഇതൊക്കെ ഇവർ ഈശോയെ പ്രതി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് കൂടെ പറയും, കൈ നനയാതെ മീൻ പിടിക്കുക. അതായത് നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. ദൈവത്തോട് നാം വാക്ക് കൊടുക്കുന്നതാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊള്ളാം, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നാണ് പുറപ്പാട് ജനത മോശയോട് പറയുന്നത്. അതുതന്നെയാണ് ഉടമ്പടിയെടുത്ത നമ്മളും പറയുക, ഞങ്ങൾ ചെയ്തു കൊള്ളാം. പിന്നീട് നാം നമ്മുടേതായ രീതിയിൽ അതിനെ മാറ്റിമറിക്കുമ്പോൾ, അതായത് നമ്മിലെ ദൈവസ്നേഹം കുറഞ്ഞ് നമ്മുടെ കാര്യസാധ്യത്തിന് മാത്രമായിട്ട് നാം ഉടമ്പടി മാറ്റുമ്പോൾ അവിടെ പലപ്പോഴും ഉടമ്പടിയിൽ സ്കോർ ഉണ്ടാകില്ല, അവിടെ കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കില്ല. പിന്നീട് നമുക്കുണ്ടാകുന്നത് ഡിപ്രഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് ഉടമ്പടി നാം ജീവിച്ചാൽ, കർത്താവിനോട് കൊടുക്കുന്ന വാക്ക് 100% നാം വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോൾ, നാം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, റിസ്ക് എടുക്കുമ്പോൾ, റിസ്ക്കായ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും അവിടെ വളരെയധികം നന്മകളുണ്ടാകും. നമുക്ക് നമ്മുടെ അതുപോലെ ഈ മകൻ്റെ ജീവിതത്തിൽ കിട്ടിയ മറ്റ് കൃപകൾ, ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ, പിന്നീട് ഇവരുടെ കൃഷിയിടങ്ങളിലുണ്ടായ വളർച്ച, ഇതെല്ലാം നാം കേട്ടതാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന പൊന്നു തമ്പുരാൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.